ഞാൻ എൻ്റെ മെസ്സേജിലേക്ക്, പ്രധാനപ്പെട്ട കുറിവാക്യത്തിലേക്ക്, മെസ്സേജിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രൊഫറ്റിക് വേർഡ് ഇതിൽ റിലീസ് ചെയ്യുകയാണ്. Can I prophesy? ഒരു പ്രൊഫറ്റിക് വേർഡ് ഇതിൽ റിലീസ് ചെയ്യുകയാണ്. It's a prophetic word. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എൻ്റെ മെസ്സേജിന്റെ ഭാഗമല്ലത്. പക്ഷേ ഈ വാക്ക്, ഈ വചനം ഇവിടെ പ്രസ്താവിക്കപ്പെടുമ്പോൾ ഈ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ചിലത് ഞാൻ എൻ്റെ ആത്മാവിൽ തിരിച്ചറിയുകയാണത്. ഈ ആരാധന നടക്കുമ്പോൾ ഞാൻ എൻ്റെ സ്പിരിറ്റിൽ അത് മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ചിലത് എവിടൊക്കെയോ ശത്രു തടയുന്നുണ്ട്. I'm telling truth. Yes. I'm feeling in my spirit. Amen. That's why I am preaching this. Amen. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ, ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂതൻ മറുപടിയുമായി വന്നിരുന്നു. പക്ഷേ ആ ദേശത്തിന്റെ ശക്തി, പേർഷ്യൻ സ്പിരിറ്റ്, പാഴ്സി പ്രഭുവിന്റെ ശക്തി ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തന്റെ അടുക്കൽ എത്തിക്കാതെ അദൃശ്യ മണ്ഡലത്തിൽ വെച്ച് തടഞ്ഞു. പിന്നെയും ദാനിയേൽ ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്തു. അതിന്റെ 21ാമത്തെ ദിവസമാണ് ഈ ശക്തിയുമായി ആ ശക്തിയെ വെട്ടിമാറ്റി ആ മറുപടി ദാനിയേലിന്റെ കയ്യിൽ എത്തിക്കുവാൻ പ്രധാന ദൂതനായ മീഖായേലിനെ ദൈവം അയച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ചിലത്, തടയപ്പെടുന്ന സാഹചര്യങ്ങളെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് അങ്ങനെയുള്ള ചില ശക്തികൾക്ക് വെട്ടേൽക്കുന്നതായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് കർത്താവ് അറിയിക്കുകയാണ്. എന്തോ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ, തടഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ, ഞാന് ഇത് വെറുതെ നിന്ന് പറയല്ല. ഇത് പറയാൻ കാരണം എനിക്ക് വചനം ദൈവം തന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ എന്റെ മെസ്സേജ് അതല്ല. പക്ഷെ ഇത് പറയുമ്പോൾ ചിലത് ഇവിടെ നടക്കുന്നത് എനിക്കറിയാം. ഒരു വചനം കർത്താവ് എനിക്ക് തന്നതാണ്. അത് ഇയ്യോബിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യമാണ്. ഇത് സ്വീകരിച്ചോണം, ഇത് പിടിച്ചോണം. എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു. How many people are receiving this word today? How many people are receiving this today? എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു. എനിക്ക് വേണ്ടി ഉള്ളത് അവൻ നിവർത്തിക്കുന്നു. എനിക്ക്, എൻ്റെ തലമുറയ്ക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ശുശ്രൂഷയ്ക്ക്, എൻ്റെ നന്മയ്ക്ക്, എൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ സൗഖ്യത്തിന്, എൻ്റെ സമാധാനത്തിന്, എൻ്റെ ഉയർച്ചയ്ക്ക് അവൻ നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു. No one can stop that. No one can break that. In the name of Jesus. 100% he is going to performing that in your life, because that is appointed for you. The Lord is appointed for you. Amen. In the spirit realm. Yes. What is appointed for your life? 100% in these days the Lord Almighty is going to release it in your life in Jesus' mighty name. Hallelujah. Thank you, Holy Spirit. This word is important, Pastor. ഇതിന്റെ സാക്ഷി എഴുന്നേക്കാൻ പോവാ. Please be seated. എനിക്ക് എന്റെ തോന്നലല്ലെന്ന് എനിക്ക് അറിയാതെ, എന്റെ തോന്നലല്ല. ഞാൻ നിങ്ങൾ ആരാധിക്കുമ്പോൾ, നമ്മൾ ഒന്നിച്ച് ആരാധിക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഇങ്ങനെ ട്രിഗർ ചെയ്ത് വന്നതാണ്. ഈ വചനം ഇങ്ങനെ ട്രിഗർ ചെയ്ത് വന്നതാണ്. ഈ ഒരു ശബ്ദം ട്രിഗർ ചെയ്ത് വന്നതാണ്. കർത്താവ് പറയുന്നു, എന്തെങ്കിലും നിനക്ക് വെളിപ്പെടേണ്ടത് ശത്രു തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അവന്റെ കൈ പിൻവലിക്കപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ.
വായ് തുറന്ന് പറയാമോ? എനിക്ക് നിയമിച്ചിരിക്കുന്നത് എന്റെ ദൈവം എനിക്കായി നിവർത്തിക്കും. വാ തുറന്ന് പറഞ്ഞ്, എനിക്ക് നിയമിച്ചിരിക്കുന്നത് എന്റെ ദൈവം എനിക്കായി നിവർത്തിക്കും. അതിനെ തടയാൻ ഒരു പിശാചിന് സാധ്യമല്ല. അത് വിശ്വസിക്കുന്നവരൊന്ന് കൈകളെ അടിച്ചാത്മാവിൽ ദൈവത്തെ ആരാധിക്കും. It's a prophetic message. ഈ മീറ്റിംഗിന്റെ ഇടയിലും കർത്താവ് നിങ്ങളോട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് എന്നെ അറിയിക്കുന്നു, നിനക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന ചിലത് ഇത് കൃത്യമാണ്. എവിടെയോ തടയപ്പെടുന്നുണ്ട്. തടയപ്പെടുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിൽ എനിക്ക് ബോധ്യമാകുന്ന കാര്യമാണ്, കാലതാമസങ്ങൾ വരുത്തുന്നുണ്ട്. ഒന്നുകൂടെ അടുത്ത വാക്ക് പറഞ്ഞാൽ ഡിലേ ആക്കുന്നുണ്ട്. ആ ഡിലേ ആക്കുന്ന സ്പിരിറ്റ് ഇന്നിവിടെ ബ്രേക്ക് ആകുകയാണ്. അത് ഉണർവായിരിക്കാം, സാമ്പത്തികം. How many people are believing this word in the name of Jesus? Amen. Hallelujah. Thank you, Holy Ghost. ഞാൻ ഇന്നത്തെ മെസ്സേജിലേക്ക് കയറുന്നു. അതിനകത്തൂടെ കർത്താവ് നമ്മളോട് ഇടപെടട്ടെ. I am feeling the love of Jesus here. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കൈ